ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ വേർഡ് സീരീസ് നിർത്തിയിട്ട് കുറച്ച് കാലമായി അല്ലേ, ഡെയിലി യൂസ് സെൻറ്റൻസിലേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് കേട്ടത് എൻ വെച്ചിട്ടുള്ള വേർഡുകളാണ്. അപ്പോൾ നമുക്കിന്ന് നെക്സ്റ്റ് ലെറ്റർ ഓയിൽ തുടങ്ങാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിതൗട്ട് ലോസ്റ്റ് ടൈം. ഓക്കെ, ഇറ്റ്സ് ദ 5th ലെറ്റർ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 15ാമത്തെ ലെറ്ററാണ് ഒ എന്നത്. ഫസ്റ്റ് വേർഡ് ഒയാസിസ്. ഒയാസിസ് ഇറ്റ് മീൻസ് മരുപ്പച്ച. മരുപ്പച്ച. ഇതിന് ഇംഗ്ലീഷിൽ മീനിങ് എ ഫെർട്ടൈൽ സ്പോട്ട് ഇൻ ഡെസേർട്ട്. ഫെർട്ടൈൽ സ്പോട്ട് ഇൻ ഡെസേർട്ട്, മരുഭൂമിയിലുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സ്ഥലം. അതിനാണ് ഒയാസിസ് എന്ന് പറയുന്നത്. ഫെർട്ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫലഭൂയിഷ്ടമായ. സ്പോട്ട് മീൻസ് സ്ഥലം, അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയ, ഒരു നിശ്ചിത സ്ഥലം. സ്പോട്ടിന് അടയാളം, പുള്ളി എന്നും മീനിങ്ങുകളുണ്ട്. സ്പോട്ട്. ഡെസേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമി. ഓക്കെ, അപ്പോൾ അതാണ് ഒയാസിസ്. നെക്സ്റ്റ് ഓത്ത്. ഓത്ത് മീൻസ് പ്രതിജ്ഞ. ഓത്ത് പ്രതിജ്ഞ. മറ്റൊരു മീനിങ് ശാപം. ശാപം ഇംഗ്ലീഷിൽ കേഴ്സ് എന്ന് പറയും. കേഴ്സ്, ശാപം. ദെൻ നെക്സ്റ്റ് വേർഡ് ഒബീഡിയൻ. ഒബീഡിയൻറ്റ്. ഒബീഡിയൻ മീൻ അനുസരണയുള്ള. ഒബീഡിയൻ അനുസരണയുള്ള. ഹീസ് എൻ ഒബീഡിയൻ സെർവൻറ്റ്. ഹീസ് എൻ ഒബീഡിയൻ സെർവൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അവനൊരു അനുസരണയുള്ള സേവകനാണ്. അനുസരണയുള്ള സേവകനാണ്. ഇവിടെ ഒബീഡിയൻ എന്നത് അഡ്ജക്റ്റീവായിട്ട്, അതായത് ഒരു നാമവിശേഷണമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഏതെങ്കിലും ഒരു നൗണോ അല്ലെങ്കിൽ പ്രോനൗണോ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന സെർവൻറ്റ് എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ, അതായത് സെർവൻറ്റ് എങ്ങനെയുള്ള ആളാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഒബീഡിയൻ്റ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അഡ്ജക്റ്റീവ് എപ്പോഴും നൗണിന് പിന്നിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ക്രിയാരൂപം, അതായത് വെർബായിട്ട് യൂസ് ചെയ്യുന്നത് ഒബേ ആണ്. ഒബേ അനുസരിക്കുക. ഒബേ അനുസരിക്കുക. ഇതിനകത്തും ഡുവസ് ടോൾഡ് ബൈ. ഡുവസ് ടോൾഡ് ബൈ എന്താണോ പറയുന്നത് അത് പറയുന്നത് പോലെ ചെയ്യുക. അതാണ് ഒബൈൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ മീനിങ്ങിൽ നിന്ന് കുറച്ചല്പം വിട്ടുപോയി തോന്നുന്നു അല്ലേ? അപ്പോൾ അതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഇത് ഒന്നിലധികം മീനിങ്ങുകൾ ഇതിനുണ്ട്. ഒരു വസ്തു അഥവാ സാധനം. ഇംഗ്ലീഷിൽ എ തിങ് എന്ന് പറയും. എ തിങ്. മറ്റൊരു അർത്ഥം ഉദ്ദേശം. ഉദ്ദേശം ഇംഗ്ലീഷിൽ പേർപ്പസ് എന്ന് പറയും. പേർപ്പസ്. വേറൊരർത്ഥം വിഷയം. ദെൻ നെക്സ്റ്റ് ഒബ്സേർവ്. ഒബ്സേർവ് മീൻസ് നിരീക്ഷിക്കുക. ഒബ്സേർവ് നിരീക്ഷിക്കുക. കീപ്പ് ഇൻ വ്യൂ. കീപ്പ് ഇൻ വ്യൂ. നെക്സ്റ്റ് വേർഡ് ഒബ്സസ്. ഒബ്സസ് മീൻസ് അലട്ടുക. ഒബ്സസ് അലട്ടുക, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അത് എപ്പോഴും മനസ്സിനെ ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അതിനാണ് ഒബ്സസ് എന്ന് പറയുന്നത്. ഒബ്സസ്. ദെൻ നെക്സ്റ്റ് വേർഡ് ഒബ്സലറ്റ്. ഒബ്സലറ്റ് മീൻസ് കാലഹരണപ്പെട്ട. ഒബ്സലറ്റ് കാലഹരണപ്പെട്ട, അതായത് ഔട്ട് ഓഫ് ഡേറ്റ്. ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ളത്, ഇപ്പോഴത്തെ കാലത്തിന് യോജിച്ചതല്ലാത്തത് എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ഒബ്സ്റ്റക്കിൾ. ഒബ്സ്റ്റക്കിൾ തടസ്സം. ഒബ്സ്റ്റക്കിൾ തടസ്സം. ഒബ്റ്റൈൻ. ഒബ്റ്റൈൻ കിട്ടുക അഥവാ ലഭിക്കുക. കിട്ടുക അഥവാ ലഭിക്കുക. അതർ വേർഡ് ഗെറ്റ്. ഗെറ്റ്. ഗെറ്റിൻ്റെ മീനിങ് കിട്ടുക എന്നത്. ഓക്കെ, ദെൻ ഒക്കേഷൻ. ഒക്കേഷൻ അവസരം അഥവാ സന്ദർഭം. ഒക്കേഷൻ അവസരം അഥവാ സന്ദർഭം, ഏതെങ്കിലും ഒരു കാര്യം നടക്കുന്ന സമയം. ദെൻ ഒക്യുപ്പേഷൻ. ഒക്യുപ്പേഷൻ മീൻസ് തൊഴിൽ. ഇതൊരു നൗണാണ്. ഇതിൻ്റെ വേർബ് ഫോം ഒക്യുപ്പൈ. ഒക്യുപ്പൈ എന്തിനെങ്കിലും തൻ്റെ അധീനതയിലാക്കി വയ്ക്കുക എന്നാണ് ഒക്യുപ്പൈയുടെ മീനിങ്. മറ്റൊന്ന് പൂർണ്ണമായിട്ടും ഒന്നിൽ മുഴുകിയിരിക്കുക. നെയിം ഒക്യുപ്പൈയുടെ മീനിങ്ങുകളാണ്. ഒക്യുപ്പൈ. ദെൻ ഒക്യർ. ഒക്യർ മീൻസ് സംഭവിക്കുക. ഒക്യർ സംഭവിക്കുക. ഹാപ്പൺ. അതർ വേർഡ് ഹാപ്പൺ. ഓഷ്യൻ. ഓഷ്യൻ മീൻസ് സമുദ്രം. ഓഷ്യൻ സമുദ്രം, മഹാസമുദ്രം. ദെൻ ഓഡ്. ഓഡ് ഒറ്റ. ഒറ്റയായിട്ടുള്ളത്. 1, 3, 5 എന്നിങ്ങനെയുള്ള ഒറ്റ അക്കത്തെ നമ്മൾ ഓഡ് നമ്പർ എന്ന് പറയും. ഇതാണ് ഓഡ്.
ദ നെക്സ്റ്റ് ഓർഡർ. ഓർഡർ ഓർഡർ മീൻസ് മണം, സ്മെൽ. ഓർഡർ മണം, സ്മെൽ. ദെൻ ഓഫ്. ഓഫ് മീൻസ് ദൂരെ. ഓഫ് ദൂരെ, വിട്ടകന്ന് പോവുക അല്ലെങ്കിൽ മാറിപ്പോവുക എന്നൊക്കെ അർത്ഥമെടുക്കാം. ഓഫ്. ഓഫ് ദൂരെ. ദെൻ ഓഫൽ. ഓഫൽ എന്ന് വെച്ചാൽ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, അതിനാണ് ഓഫൽ എന്ന് പറയുക. വേസ്റ്റ് മാറ്റേഴ്സ്, എച്ചിൽ, ചവർ, ഇതിനൊക്കെ കൂടി പറയുന്ന പേരാണ് ഓഫൽ. നെക്സ്റ്റ് ഒഫൻസ്. ഒഫൻസ് മീൻസ് കുറ്റം. ഒഫൻസ് കുറ്റം. അതർവേഡ് ക്രൈം. ക്രൈം. ഓഫൺ. ഓഫൺ മീൻസ് പലപ്പോഴും. ഓഫൺ പലപ്പോഴും. ഫ്രീക്വൻ്റ്ലി. അതർവേഡ് ഫ്രീക്വൻ്റ്ലി. ഓഫൺ പലപ്പോഴും, ഫ്രീക്വൻ്റ്ലി. ദെൻ അമൻ. അമൻ മീൻസ് ശകുനം. അമൻ ശകുനം, എ സൈൻ. സൈൻ എന്ന് പറയുമ്പോൾ ഗുഡ് ആവാം, ബാഡ് ആവാം അല്ലേ. നമ്മൾ എവിടേക്കെങ്കിലും പുറത്തേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ ചില ശകുനങ്ങൾ കാണുമ്പോൾ നല്ലതാവാം അല്ലെങ്കിൽ പൊട്ടയാവാം. അതാണ് ഒമൻ, ശകുനം. ദെൻ നെക്സ്റ്റ് ഒമിറ്റ്. ഒമിറ്റ് വിട്ട് കളയുക. ഒമിറ്റ് വിട്ട് കളയുക. ലീവ് ഔട്ട്. ലീവ് ഔട്ട്. നെക്സ്റ്റ് ഒമ്നി. ഒമ്നി മീൻസ് എല്ലാം അല്ലെങ്കിൽ സർവ്വതും. ഒമ്നി എല്ലാം അല്ലെങ്കിൽ സർവ്വതും. ഒമ്നി പൊട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ സർവശക്തൻ. ഒമ്നിപൊട്ടൻ സർവശക്തൻ, ആൾമൈറ്റി ഗോഡ്. ഒമ്നിപൊട്ടൻ സർവശക്തൻ, ആൾമൈറ്റി ഗോഡ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വേർഡുകൾ റിപ്പീറ്റ് ആയിട്ട് കേട്ട് മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ ഡെയിലി യൂസ് സെൻറ്റൻസുകളുടെ ലെസണും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി കാണാൻ മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത തവണ വരുമ്പോഴേക്കും ബൈ.